പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടെ നിൽക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മാഡം. ഇവൻ ഭയങ്കര ഗുണ്ടയാ മാഡം. ഇവൻ ഗുണ്ടയാ. ഇവൻ സത്യസന്ധമായിട്ട് പ്രായമോ ജാതിയോ ഒന്നുമല്ല മാഡം. ഞാൻ അതൊന്നും നോക്കുന്ന ഒരാളാ. പക്ഷെ നല്ലൊരു മനസ്സിന് ഉടമയല്ല ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി. അന്നേരം മാഡത്തിന് മനസ്സിലാകും മാഡം. അവര് പറഞ്ഞതുണ്ടല്ലോ മാഡം 100% ശരിയാ. വെറും ഗുണ്ടയാ അവൻ. അവൻ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് മൂലം അവൻ ഒരിക്കലും ഈ സ്ഥാപനത്തിൽ ഒരു നന്മ ചെയ്യത്തില്ല മാഡം. ആ സ്ഥാപനത്തിലെ അന്തേവാസികളെ അവൻ ക്രൂശിക്കുന്നതല്ലാതെ അവൻ നല്ലത് ചെയ്യത്തില്ല മാഡം. ഈ സ്ത്രീയെ പറ്റി എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാൻ കുവൈറ്റിന്നാ വിളിക്കുന്നേ. മാഡം ആ ഷൈജുവിനെ പറ്റി പറഞ്ഞത് അതേ അവസ്ഥയാണ് എനിക്കുണ്ട്. ആ പാവം പിടിച്ച സ്ത്രീ പറഞ്ഞതെല്ലാം 100% ശരിയാണത്. എനിക്കിത് പുറത്ത് പറയാനോ മറ്റൊന്നിനും എനിക്ക് പറ്റില്ല. എന്നാലും മാഡം അത് ചെയ്തപ്പോ മാഡത്തിനെ വിളിച്ചിട്ട് എന്റെ മനസ്സിൽ വർഷങ്ങൾ കൊണ്ടുണ്ടായിരുന്ന ഒരു വിഷമം, അത് ദൈവം ദൈവമായിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായതും ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടായപ്പോഴും എനിക്ക് ദൈവത്തിലൊരു വിശ്വാസം കൂടി. അതുകൊണ്ടാണ് മാഡത്തിനോട് ഞാൻ ഇത് സംസാരിക്കണം എന്ന്, എനിക്ക് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത്. അവരുടെ വീടിന്റെ തൊട്ട് മുറ്റത്ത് തന്നെ ഒരു വീടുണ്ടായിരുന്നു. അതെന്റെ ഹസ്ബൻഡ് വാങ്ങിയതായിരുന്നു. ഈശേ അപ്പൊ എന്റെ ഹസ്ബൻഡ് ഞാനിവിടെ, പുള്ളി ഭയങ്കരമായിട്ട് ആൽക്കഹോളിക് ആയിരുന്നു. അപ്പൊ ഞാനും പുള്ളിയും കൂടി ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പുള്ളി ആ വീട്ടില് താമസം അവിടെ അല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ വീട് അവിടെ അല്ലായിരുന്നു. ഞങ്ങളുടെ വീട് പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. പക്ഷെ അവിടെ വീട് വാങ്ങിച്ചു അവിടെ താമസിക്കാൻ വന്നപ്പോ, അപ്പം എന്റെ ഹസ്ബൻഡ് അല്ലേ, ഞങ്ങൾ ഡൈവേഴ്സ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ഉപദ്രവം കൊണ്ട് എനിക്ക് കൂടെ താമസിക്കാൻ പറ്റാതെ വന്നതുകൊണ്ടാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് എന്റെ വീട്ടിൽ താമസിച്ചത്. അപ്പൊ ഞാൻ അന്നുണ്ടെങ്കിൽ കൂടെ പോയിട്ട് വീടൊക്കെ വൃത്തിയാക്കും, പുള്ളിയെ കാണും. കാരണം നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു കളഞ്ഞിട്ട് പോരാൻ പറ്റില്ലല്ലോ. എന്റെ മോൻ കോളേജിൽ പോകണ്ടാത്ത ദിവസങ്ങളിൽ ഞാൻ പോകും. കാരണം കൊച്ചുങ്ങളുടെ കൂടെ പോകുമ്പോ അടിക്കത്തില്ല എന്നുള്ള ഒരു ഇതുകൊണ്ട്. അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോ ഇവരുടെ വീട്ടുകാർ, എന്റെ പൊന്നു മേഡം, എന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയാവോ. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോ എനിക്ക് ആ വീട്ടിൽ കയറിയിട്ട് പുള്ളിയോട് സംസാരിക്കാൻ എനിക്കൊരു സാവകാശം തരത്തില്ലായിരുന്നു. അവരുടെ അമ്മയായാലും ഷൈജു ആയാലും പുള്ളിയുടെ പെങ്ങളായാലും, ഒരു പെങ്ങളെ ഉള്ളൂ, 4 കുട്ടികളാ അവർക്ക്. ഞാൻ ഷൈജുവിന്റെ ബന്ധുവൊന്നുമല്ല. ഞാൻ ആ വീട്ടിൽ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഹസ്ബൻഡ് അവിടെ വീട് വാങ്ങിച്ച് അവരുടെ തൊട്ടു മുറ്റത്ത് ഒരു വീട് വാങ്ങിച്ചത്. അത് നമ്മുടെ മുറ്റത്തൂടെ വേണം ഇവരുടെ വീട്ടിൽ കയറി പോകാൻ. അവസാനം ഇവര് പറയുന്നു പുള്ളിയുടെ കയ്യിൽ നിന്നുള്ള പൈസ, പുള്ളിയാണെങ്കിൽ പുള്ളിയുടെ ഓഹരി മൊത്തം വിറ്റിട്ട് പുള്ളി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പൈസകൾ ഫുള്ള് ഇവര് വാങ്ങി. ലാസ്റ്റ് പുള്ളിയുടെ ഡയറിയിൽ നിന്ന് ഇത്ര ലക്ഷം രൂപ കൊടുക്കാനുണ്ടെന്ന്, ഷൈജു ഇത്ര ലക്ഷം രൂപ തരാണെന്ന് പുള്ളിയുടെ ഡയറിയിലുണ്ടായിരുന്നു. ഞാനത് ചോദിച്ച സമയത്ത് പറഞ്ഞു, ഭർത്താവ് മരിച്ചപ്പം നീ പിരിവിന് അടക്കാണോ എന്ന് എന്നോട് ചോദിച്ചു മാഡം. ആ പറഞ്ഞ സ്ത്രീക്ക് അറിയാം, ഈ പുള്ളിയെ പറ്റി ചോദിച്ചാൽ മതി. മാഡത്തിനോട് പറയും, ഞാൻ എന്റെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചണക്കെ പോലും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ദിവസം 2-3 ദിവസം വിളിച്ചണക്ക് ഫോൺ എടുക്കും. പിറ്റേ തലേന്ന് വിളിച്ചണക്ക് ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു പുള്ളി മദ്യപിച്ചിട്ട് കിടക്കായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനാണെന്നുണ്ടെങ്കിൽ അനങ്ങിയില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോ വിളിച്ചപ്പോഴും ഫോൺ എടുക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവരുടെ വീട്ടിൽ വിളിച്ചു ചോദിച്ചു, പുള്ളി എന്തിയെന്ന് ചോദിച്ചു. അപ്പൊ ഇവരുടെ വീട്ടിലാണല്ലോ പുള്ളി സ്ഥിരം അവിടുന്ന് ആഹാരം കൊടുക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. എനിക്കറിയില്ല, അവരൊരു വീട് പോലെ അവിടെ സഹകരിക്കുകയാണ്. എന്നിട്ട് ഈ പുള്ളി, ഞാൻ വിളിച്ചിട്ട് ചോദിച്ചേ, എന്താ പുള്ളി ഫോൺ എടുക്കുന്നില്ലല്ലോ എന്താന്ന് ചോദിച്ചപ്പോ അവരെന്നോട് പറഞ്ഞു, അത് നിന്റെ കെട്ടിയവനായതിനകത്ത് കിടപ്പുണ്ട്, 2 ദിവസം കൊണ്ട് ഇറങ്ങി വരുന്നില്ലെന്ന്. പുറത്തോട്ട് ഇറങ്ങി വരുന്നില്ല. ഞാൻ പറഞ്ഞു, ഇന്നലെ വിളിച്ചപ്പോഴും ഫോൺ എടുത്തല്ലോ, ഇന്നെന്താ ഫോൺ എടുക്കാതെ, ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറ ചേച്ചി എന്ന് അവരുടെ അമ്മയോട് വിളിച്ചു ചോദിച്ചപ്പം എന്നോട് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. മാഡം, ഞാൻ എന്റെ കൊച്ചു കോളേജിൽ നിന്ന് വന്നപ്പോ എന്റെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പം കാണാം പുള്ളി മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് ഒരു ഇതായിട്ട് അവിടെ കിടക്കുന്നത്. ഞാൻ പുള്ളി ഹോസ്പിറ്റലിൽ, കൊട്ടാരക്കര ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് രാത്രി കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ഒരു 10 മണി കഴിഞ്ഞ് 11 മണി ആയപ്പോഴത്തേന് പുള്ളി മരിച്ചു. പുള്ളി മരിച്ചപ്പം ഡോക്ടർ എന്നോട് പറഞ്ഞു, പിന്നെ പ്രത്യേകിച്ച് പുറത്തൊന്നുമില്ല, ഇനി ഇന്റേണൽ ബ്ലീഡിങ് വല്ലതായിരിക്കും, നിങ്ങൾ പിന്നെ വല്ല പരാതി ഉണ്ടെങ്കിൽ നമുക്കാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന്. അപ്പൊ പുള്ളിയുടെ വീട്ടുകാരുമായിട്ടൊന്നും, പുള്ളി ഇങ്ങനെ മദ്യപിച്ച് തന്നെയല്ല, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാ. പുള്ളി ക്രിസ്ത്യനും, ഞാനൊരു ഹിന്ദു. അപ്പൊ എനിക്ക് ആരിൽ നിന്നും ഒരു സപ്പോർട്ടും ഇല്ല, അവരുടെ വീട്ടുകാരിൽ നിന്നും ഇല്ല, ഇവിടുന്നും ഇല്ല, ഒന്നുമില്ല. അപ്പൊ അവരുടെ വീട്ടുകാർ പറഞ്ഞു, ഇനി ഇതിന്റെ പുറകെ ഒന്ന് വലിഞ്ഞു കെട്ടി നടക്കാൻ വയ്യാന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ ബോഡി എല്ലാം അടക്കി. അപ്പൊ ഈ പുള്ളി മരിക്കുന്ന സമയത്ത് എനിക്ക് ആശ്രയിക്കാൻ ആരുമില്ലാതെ ഞാൻ ഇവനെ വിളിക്കുന്നു, ഈ ഷൈജുവിനെ വിളിക്കുന്നു. എന്റെ പൊന്നുമേട, അത്രയും സഹകരിച്ചിരുന്നൊക്കെ പോലും അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ ഹോസ്പിറ്റലിലോട്ട്. അത് കഴിഞ്ഞപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു, തലേന്ന് പുള്ളിയുമായിട്ട് വഴക്കുണ്ടാക്കി ഇവൻ അടിക്കുകയോ ഏതാണ്ട് ചെയ്തതാണെന്ന് പറഞ്ഞു മേഡം. അന്ന് മുതൽ എന്റെ ഭർത്താവ് മരിച്ചതിനകത്ത് കാരണക്കാരൻ ഈ ഷൈജു ആണെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനിത് ഒരു മനുഷ്യരോട്, എന്റെ കുഞ്ഞുങ്ങളോട് പോലും ഞാനിത് ഷെയർ ചെയ്യാതെ എന്റെ ഉള്ളിൽ കൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പൊ ദൈവമായിട്ട് അവൻ ഇങ്ങനെ ഒരു അവസരം കൊടുത്തുകൊണ്ട് സങ്കടം കൊണ്ട് മാഡത്തിനോട് ഷെയർ ചെയ്യാമെന്നുണ്ടായതുകൊണ്ട് ഞാൻ വിളിച്ച് ഷെയർ ചെയ്യാമല്ലോ. അത്രയ്ക്കും നികൃഷ്ടനായി ഷൈജു അവന്റെ കുടുംബക്കാർ. എന്നിട്ട് ഞാനുണ്ടല്ലോ മാഡം, എനിക്ക് പരാതിയായിട്ട് പോവാൻ ആരും ഇല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണെന്ന് പറഞ്ഞല്ലോ. പിന്നെ പുള്ളി ഒരു മദ്യപാനിയായിരുന്നു. അവരുടെ വീട്ടുകാരൊന്നും സഹായിക്കത്തില്ല. അമ്മയില്ല, അപ്പനും ഇല്ല പുള്ളിക്ക്. 4 സഹോദരങ്ങളാ ഉള്ളത്. എന്റെ വീട്ടിൽ എനിക്ക് ആരും ഇല്ല, ഞാൻ ഒരു മോളേ ഉള്ളായിരുന്നു.
പിന്നെ എന്റെ 2 കുഞ്ഞുങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം പുറകെ പോകാൻ എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ട് എന്റെ മോനൊരു ആക്സിഡന്റ് പറ്റി. കോളേജിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നപ്പം വീണൊരു ആക്സിഡന്റ് പറ്റി. കാരിത്താസിലായി. ലക്ഷങ്ങൾ കടമായി. പിന്നെ അവനെ അങ്ങനെ ഞാൻ ഈ കുവൈറ്റിൽ കയറി വന്ന് ഇനിയിപ്പോ ഒരു വീട്ടിൽ ജോലി ചെയ്ത് എന്റെ കടങ്ങൾ വീട്ടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് എനിക്ക് ഈ പൈസയും തിരിച്ചു തന്നിട്ടില്ല. എന്നിട്ട് അവിടെ ഒരു 5 സെന്റ് വസ്തു കിടന്നു മാഡം. അത് വിൽക്കാൻ വേണ്ടി ഞാൻ ആളുകളെ കൊണ്ടുവന്നപ്പോ ഇവരത് സമ്മതിച്ചില്ല. അവസാനം ആ വീട്ടിൽ കിടന്ന് ഞാന് ഇല്ല പിച്ചക്കാർ എനിക്ക് തരുന്നത് പോലെ 10,000 5,000 വെച്ച് ഒരാൾ എനിക്ക് തന്നിട്ട് ഞാൻ ആ വസ്തു എഴുതി അവർക്ക് കൊടുത്തു മാഡം. മഞ്ചള്ളൂരാ വീട്. മഞ്ചള്ളൂർ, പത്തനാപുരം മഞ്ചള്ളൂരാ വീട്. മഞ്ചള്ളൂർ അവിടെ ഒരു അമ്പലമുണ്ട്. ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തിന്റെ പേര് എനിക്ക് കൃത്യമായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല. ആ ക്ഷേത്രത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റാ വീട്. പിന്നെ ഉദയഗിരി എനിക്ക് ഉദയഗിരിക്ക് ഒന്നും അറിയത്തില്ല മാഡം. എനിക്ക് ഇവരെയൊന്നും അറിയത്തില്ല. പക്ഷെ ഈ ഷൈജുവിന്റെ വീട്ടുകാരും ഷൈജുവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ കിടന്ന സാധനങ്ങൾ എടുക്കാൻ ചെന്നപ്പോഴുണ്ടല്ലോ മാഡം, അവിടെ ഇരുന്ന ഫ്രിഡ്ജ് ഇല്ലായിരുന്നു, ഗ്യാസ് ഇല്ലായിരുന്നു, പിന്നെ ഒന്നും അവിടെ ഇല്ലായിരുന്നു മാഡം. അവിടെ കിടന്ന കട്ടിലും മെത്തയും എടുക്കാൻ ചെന്നപ്പോ എന്നോട് അവര് പറയാണ്, ഇതെന്റെ മോക്കും മോനും ഒക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. നിന്റെ കെട്ടിയവന്റെ സാധനം എടുക്കാൻ നിനക്ക് വരാൻ നാണം ഇല്ലടി എന്ന് എന്നോട് ചോദിച്ചു മാഡം. അങ്ങനെ ചോദിച്ചെന്നെ ഇറക്കി വിട്ടു മാഡം. പക്ഷെ ഞാൻ അന്ന് മുതൽ എന്റെ മനസ്സിൽ കൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി. പക്ഷെ ദൈവം ഇപ്പം ഇങ്ങനെ ഒരു അവസരം അവന്റെ പൊയ്മുഖം എല്ലാവരും അറിഞ്ഞു തുടങ്ങിയല്ലോ എന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു സന്തോഷമുണ്ട് മാഡം. വീഴ്ചയിൽ സന്തോഷിക്കുവല്ല ഞാൻ, ഒരിക്കലും അല്ല. ദൈവമുണ്ട് എന്റെ മനസ്സിൽ. ഇത്രയും കാലമാണെങ്കിൽ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കടമാണ് മാഡം ഇത്. ഞാൻ മാഡത്തിനോട് പറഞ്ഞതാ, അല്ലാതെ വേറെ ഒന്നിനുമല്ല ഞാൻ പറഞ്ഞു. എനിക്ക് പരാതിക്കുവാനോ ഒന്നിനും എനിക്ക് ആരുമില്ല. അതിനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല മാഡം. ഞാൻ ഒറ്റയ്ക്ക് എന്റെ കുഞ്ഞുങ്ങളെ 2 ആൺമക്കളാ. അവരിപ്പം മോനാണെങ്കിൽ ഡേറ്റ അനലൈസിംഗ് പഠിച്ച് ബാംഗ്ലൂർ ഇപ്പം ജോലിക്ക് കയറിയിട്ടേ ഉള്ളൂ. എന്റെ ഇളയ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബികോമിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇതിപ്പം മാഡം അന്ന് ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം. പല യൂട്യൂബ് ചാനലിലും പലതും പറയുന്നുണ്ട്. എന്നാൽ പോലും മാഡം പറഞ്ഞതിനകത്ത് സത്യസന്ധത ഉണ്ടായത് കൊണ്ട് മാത്രം മാഡത്തിനെ ഞാൻ വിളിച്ച് ഇത്രയും കാര്യം പറഞ്ഞതാ. മാഡത്തിന് ബുദ്ധിമുട്ടായോ? കാരണം ഞാൻ അത്രയ്ക്ക് അവരെയും കൊണ്ട് ഞാൻ അത്രയ്ക്ക് ഇന്നും എത്ര പൈസ തരാനുണ്ടെന്ന് അറിയാമോ മാഡം? ഇത്രയും ഞാൻ പിച്ച എടുത്ത് എന്റെ കുഞ്ഞുങ്ങളെ എല്ലാവരും നാട്ടുകാരെല്ലാവരും സഹായിച്ച് എന്റെ കുഞ്ഞിന്റെ ട്രീറ്റ്മെന്റ് നടത്തിയണൊക്കെ പോലും ഇവർ 1 രൂപ കൊണ്ടുവന്ന് തന്നില്ല മാഡം. ഇല്ല മാഡം. ഞങ്ങൾ കേസ് കൊടുക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, കാരണം കേസ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കാരണം അങ്ങേര് മഹാകുടിയനായിപ്പോയി. ഞങ്ങൾക്ക് 4 സഹോദരിമാരാ. അവരെല്ലാം കെട്ടിച്ചു വിട്ടു. അവസാനം എന്റെ വസ്തു ലോൺ എടുത്ത് ഞാൻ അവരെ കെട്ടിക്കാൻ വേണ്ടി സഹായിച്ചു. അവസാനം ആ ലോൺ ജപ്തിയായപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളായി. ഞാൻ അറിയാതെ പുള്ളിയുടെ പ്രോപ്പർട്ടി വിറ്റിട്ട് ഈ വീടിന്റെ മുമ്പിൽ വന്നിട്ട് 5 സെന്റ് വസ്തു വാങ്ങിച്ചിട്ട് ആ വീടിനകത്ത് താമസം തുടങ്ങിയത്. അന്ന് മുതൽ എന്റെ പൊന്നു മാഡം ആ വീടിന്റെ പരിസരത്ത് ചെന്നൊന്ന് അന്വേഷിക്കണം ആ വീട്ടുകാരെ പറ്റി. അന്നേരം മാഡത്തിന് മനസ്സിലാകും മാഡം. അവര് പറഞ്ഞതുണ്ടല്ലോ മാഡം, 100% ശരിയാ. വെറും ഗുണ്ടയാ അവൻ. അവൻ ഈ സ്ത്രീയെ കല്യാണം കഴിച്ചത് മൂലം അവൻ ഒരിക്കലും ഈ സ്ഥാപനത്തിൽ ഒരു നന്മ ചെയ്യത്തില്ല മാഡം. ആ സ്ഥാപനത്തിലെ അന്തേവാസികളെ അവൻ ക്രൂശിക്കുന്നതല്ല, അത് അവൻ നല്ലത് ചെയ്യത്തില്ല മാഡം. ഈ സ്ത്രീയെ പറ്റി എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇവനെ പറ്റി എനിക്ക് നല്ലതുപോലെ അറിയാം. അവൻ ചെയ്യത്തില്ല മാഡം. ഉറപ്പാ, 100% ഉറപ്പാ മാഡം. കാരണം അവൻ കാശിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു ഗുണ്ടയാ മാഡം. ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ അവരുടെ വീടിന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴത്തേക്കിനുണ്ടല്ലോ, ഒരു 10 പേരെ ഇവൻ വണ്ടിക്കകത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ കിടക്കുന്ന 5 സെന്റ് വസ്തു കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും ബ്രോക്കർമാര് വിളിച്ച് പറഞ്ഞ ആളുകൾ നോക്കാൻ വരുമ്പോഴത്തേന് ഒരു 10 15 വണ്ടിക്കകത്ത് ആളുകൾ വന്ന് ഇങ്ങനെ നിൽക്കുവാ മാഡം. നമ്മുടെ ഭർത്താവിന്റെ വസ്തുവാണ്. ആളുകൾ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അന്നത്തേന് അവരുടെ അമ്മ ഇറങ്ങി വന്നിട്ട് പറയും, പിന്നെ ഇതാണെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് കയറി പോകാൻ പറ്റത്തുള്ളൂ. എന്നാൽ നിങ്ങളങ്ങ് വാങ്ങിയില്ലേ. അതൊട്ട് അവർക്ക് പൈസ കൊടുത്ത് വേണ്ട. അവർക്ക് പൈസ കൊടുത്തിട്ടൊന്നും ചെയ്യാനില്ല. അത് എന്റെ മോടെ കൊച്ചിന് എഴുതി കൊടുക്കാമെന്ന് ഷിബു ഉള്ളപ്പോഴേ പറഞ്ഞ. അങ്ങനെയൊക്കെ അവര് പറയുന്നത്. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും രേഖ ഉണ്ടെങ്കിൽ കാണിച്ചോ, എനിക്ക് വേണ്ട, ഞാൻ പൊക്കോളാം, എന്നെ ആരും ഉപദ്രവിക്കണം. എനിക്ക് ജീവിതത്തിൽ ഒന്നും കിട്ടിയില്ല. ഞാൻ സ്നേഹിച്ചൊരു കല്യാണം കഴിച്ചത് മൂലം എനിക്ക് നാണക്കേടും മാനക്കേടും. 2 കുഞ്ഞുങ്ങളെ മാത്രം എനിക്ക് മിച്ചമായിട്ട് കിട്ടിയത്. ആ കുഞ്ഞുങ്ങളെ ഞാൻ കക്കൂസ് വരെ കഴുകാൻ പോയി. ഇപ്പോഴും ഞാൻ ആ പണി ചെയ്തേക്കാം മാഡം. ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ പഠിപ്പിച്ചു. എന്റെ കുഞ്ഞുങ്ങളെ പറ്റി ഇന്ന് ഇതുവരെ ആരും മോശമായിട്ട് ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. എനിക്കറിയത്തില്ല. പക്ഷെ ആരും അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവർക്ക് പരാജയങ്ങളും ഇല്ലായ്മകളും എല്ലാം അറിഞ്ഞവര് ജീവിക്കുക. അപ്പൊ എന്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മേ പോയിട്ട് അവരെങ്ങാനും എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അങ്ങക്ക് അമ്മയും കൂടി ഇല്ലാതാവും, അതുകൊണ്ട് അമ്മ ഒന്നിനും പോകണ്ടെന്ന് പറഞ്ഞു. അന്ന് അവര് പഠിക്കുക, 4 കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മൂത്തമ്മ ഇത്രയ്ക്ക്. എന്നിട്ട് ഞാൻ ഒരു ദിവസം ആ വീട്ടിൽ ചെന്നപ്പോൾ കാണാം, വീട്ടിനകത്തെ മോട്ടറൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാണാൻ എടുത്ത് അവരുടെ വീട്ടിൽ കണക്ഷൻ കൊടുത്തിട്ടേക്കുന്നു. കഞ്ഞിക്കുണ്ടകളാണ് മാഡം, കഞ്ഞിക്കുണ്ടകളാണ്. ആ സ്ത്രീ ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോഴേ ഞാൻ കണ്ടിട്ടുണ്ട്. ഈ സ്ത്രീ അവരെ വന്ന് താമസിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് പറഞ്ഞില്ലേ, വേറൊരു സ്ത്രീ പറഞ്ഞില്ലേ അവർക്ക് കാശ് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞില്ലേ.
ഞാൻ ഇവരോട് സംസാരിച്ചിട്ടൊന്നുമില്ല. ഞാൻ അവിടെ ചെന്നിട്ട് ഇവരോട് അങ്ങനെ സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് അവരവിടെ നിൽക്കുന്നതും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് മാഡം. ഇവൻ ഭയങ്കര ഗുണ്ടയാ മാഡം. ഇവൻ ഗുണ്ടയാ. ഇവൻ സത്യസന്ധമായിട്ട് പ്രായമോ ജാതിയോ ഒന്നുമല്ല മാഡം. ഞാൻ അതൊന്നും നോക്കുന്ന ഒരാളാ. പക്ഷെ നല്ലൊരു മനസ്സിനുടമയല്ല ഈ ഷൈജു എന്ന് പറഞ്ഞ വ്യക്തി. ആ അനാഥാലയത്തില് പാവങ്ങളെ പീഡിപ്പിക്കുക മാത്രമേ ഇവൻ ചെയ്യത്തുള്ളൂ. അല്ലാതെ ഇവനെയും കൊണ്ട് നാളെ കാലത്ത് ഒരു ഗുണം അനാഥാലയത്തിന് ഉണ്ടാവത്തില്ല എന്നുള്ളത് 100-101% ഉറപ്പാണ് മാഡം. ഇത് ഞാൻ എന്റെ മാഡത്തിനോട് സംസാരിച്ചതിനകത്ത് മാഡത്തിന് ദേഷ്യമൊന്നും തോന്നരുത്. എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷമം എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, എന്റെ ഭർത്താവ് മരിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്കിതിപ്പം മാഡം പറഞ്ഞ കാര്യങ്ങളിൽ സത്യസന്ധത എന്ന് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് മാഡത്തിനോട് ഇത് ഞാൻ സംസാരിച്ചത്. ഇത് അവിടെ ആ ഭാഗത്ത് ചെന്ന് ആരെങ്കിലും ചെന്നൊന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ ജീവിത രീതി അറിയാം മാഡം. അവിടെ എന്തൊക്കെയാ നടക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ അച്ഛൻ മാത്രമേ ഉള്ളായിരുന്നു ഒരു പാവം പിടിച്ച മനുഷ്യൻ. ആ മനുഷ്യൻ ആ മനുഷ്യൻ മരിച്ചതോടുകൂടി അവിടെ വേറൊരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യരും ഇല്ല. ശരി മാഡം. താങ്ക് യു.